ഇന്ന് ഞാൻ ചെയ്ത ഏറ്റവും വലിയ അബദ്ധമാണ് ഈ രണ്ട് സിനിമ ഒരു ദിവസം പോയി തിയേറ്ററിൽ കണ്ടുകൊണ്ടുള്ളത്. അത് അതെങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉച്ചക്ക് നല്ല കിടിലൻ ഒരു കുഴിമന്തി കഴിച്ചിട്ട് നേരെ വണ്ടി എടുത്ത് വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ അച്ഛൻ പൊറോട്ടയും ബീഫും മേടിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും? എനിക്ക് ഈ രണ്ട് സാധനം എൻ്റെ ഫേവറേറ്റ് ആണ്. അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇന്ന് ഈ രണ്ട് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം രാവിലെ വർഷങ്ങൾക്ക് ശേഷം കണ്ട് ഞാൻ ഭയങ്കര അധികം പീസ്ഫുൾ ആയിട്ട് നല്ല റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഇട്ട് ആ സിനിമ മനസ്സിൽ കിടന്ന് ആ സിനിമ ഒന്ന് പോകുന്നതിന് മുന്നേ അടുത്ത സിനിമ പോയി കണ്ടു. ആവേശം. ആവേശം എന്ന് പറയുന്ന സിനിമ രണ്ട് സിനിമയും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ടൈം ബോംബുകളാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഗംഭീര സാധനമാണ്. എക്സ്പെഷ്യലി എടുത്തു പറയേണ്ടത് നമ്മുടെ ആവേശ സിനിമയെ കുറിച്ചിട്ട് മാത്രം പറയാം. ഇനി തൽക്കാലം വർഷങ്ങൾക്ക് ശേഷം റിവ്യൂ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി ആവേശത്തിന്റെ കാര്യം പറയാം. ഫാഫ റീഇൻട്രൊഡ്യൂസിങ് ഫാഫ അതെന്താണെന്ന് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി നിങ്ങൾ അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. ഈ പൊളിച്ചടുക്കി എന്ന് പറയില്ല, ഞാൻ ഇതിന് മുന്നത്തെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടാണ് തിയേറ്ററിൽ നിന്നാണ് വർഷങ്ങൾക്ക് ശേഷം. ഇതിലേക്ക് വരുമ്പോൾ ഇവരുടെ ആരുടെ പെർഫോമൻസ് ആണ് ഈ ഇങ്ങനെ തുലനം ചെയ്ത് നോക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള രണ്ട് ഹൈ റേഞ്ച് സാധനങ്ങളാണ് ചെയ്തു വെച്ചേക്കുന്നത് രണ്ട് സിനിമയിലും. നിങ്ങൾ ഒരു കാരണവശാലും ഈ രണ്ട് സിനിമയും മിസ് ചെയ്യരുത്. ഞാൻ പിന്നെയും രണ്ട് സിനിമയുടെ കാര്യം പറഞ്ഞു, എന്തായാലും വർഷങ്ങൾക്ക് ശേഷം മാറ്റി വെക്കാം. ആവേശത്തിന്റെ പെർഫോമൻസ് അതിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൂന്ന് പിള്ളേര്, ഹിപ്സ്റ്ററിന്റെ എനിക്ക് ആകെ റീലില് ഒമേഗിളിന്റെ ചില ലൈവുകൾ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പിന്നെ കൂടത്തിലുള്ള വേറെ രണ്ട് പയ്യന്മാരുണ്ട്. പിന്നെ ഇവരുടെ സീനിയേഴ്സ് ആയിട്ട് വരുന്ന കുറച്ച് പിള്ളേരുണ്ട്. എല്ലാവരും പൊള്ളിച്ചടുക്കി വെച്ചിട്ടുണ്ട്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഫഹദ് ഫാസിലാണ്. പുള്ളിയുടെ കൂടെ നിന്ന് റേഞ്ച് പിടിച്ചുള്ള ഒരു അഭിനയമാണെന്നുണ്ടെങ്കിൽ അത് എമ്മാതിരി സാധനം ചെയ്തു വെച്ചേക്കണം. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാണ് ഒരു സ്ഥലത്ത് ഇവന്മാരൊന്ന് കുറച്ച് നന്നായിരുന്നെങ്കിൽ എന്ന് തോന്നാൻ ഒരു ഇതുമില്ല. ആദ്യമായിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത് ഇവരൊക്കെ. പൊള്ളിച്ചടിക്കുന്നുണ്ട്. അതിലൊരു പയ്യൻ മാത്രം ഇതിന് മുന്നേ നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവില് ആ ഒരു കഞ്ചാവ് അടിച്ച് പിടിക്കുന്ന ആ ഒരു പയ്യന്റെ കൂട്ടത്തിൽ ഈ പയ്യനുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഒരു കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു സിനിമയിലല്ലാതെ ഞാൻ ഈ പയ്യനെ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നത്. അവൻ്റെയൊക്കെ ഒരു പെർഫോമൻസ്, ഇവരുടെ ഈ മൂന്ന് പേരുടെയും ക്യാരക്ടർ ഇങ്ങനെ എലിവേറ്റ് ചെയ്യുന്നുണ്ട്. ചില സ്ഥലത്ത് ഇങ്ങനെ പൊങ്ങി വരും, ചില സ്ഥലത്ത് അവർ താഴ്ന്നു പോകും, അടുത്ത ആൾ ഇങ്ങനെ പൊങ്ങി വരും. അത് വളരെ കിടുവായിട്ട് ഗംഭീരമായിട്ട് ആ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് കിടുവായിട്ട് അവർ പെർഫോമൻസിലും ചെയ്തു വെച്ചിട്ടുണ്ട്. ആ മൂന്ന് പേരുടെ കാര്യം പറയുകയാണ്. പിന്നെ അവരുടെ കൂട്ടുകാരായിട്ട് അല്ല, അവരുടെ സീരിയസ് ആയിട്ട് അഭിനയിച്ച കുറച്ച് ആളുകൾ. പിന്നെ പറയേണ്ടത് നമ്മുടെ സജിന്റെ പെർഫോമൻസ് ആണ്. സജിൻ ഗോപു പുള്ളിയുടെ ഒരു റേഞ്ച്, അത് നിങ്ങൾ എനിക്ക് എല്ലാത്തിനെയും കുറിച്ചിട്ടും വാദോരാതെ പറയണമെന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ ആ ഒരു അനുഭവം, ആ ഒരു ആസ്വാദനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതെനിക്കൊരു വിഷമമാണ്. അതുകൊണ്ട് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണേണ്ട സാധനമാണ്. ചില സീനിലൊക്കെ ഉണ്ടല്ലോ ചിരിച്ചൊരു വഴിയായി അത്രയും. അതായത് ചില സീനിൽ ചിരിക്കണോ ടെൻഷൻ അടിക്കണോ എന്നുള്ള രീതിയിലൊക്കെയാണ് ഇരിക്കുന്നത്. അതൊരു സാധനമൊക്കെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. എൻറ്റയർലി ഡിഫറെന്റ്. എനിക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട്. കാരണം മലയാള സിനിമയുടെ ഒരു ബോംബ് കാലഘട്ടം കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഫെബ്രുവരി മുതൽ ഇങ്ങോട്ട് ഗംഭീരം എന്നല്ല പറയണ്ട, അതിഗംഭീര പടങ്ങളാണ്. ഇത് നമ്മുടെ മോളിവുഡിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് തന്നെ പറയണം. നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യേണ്ട ഈ രണ്ട് സിനിമയും. നിങ്ങൾ ഇന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ സിനിമ കാണാം. ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇത് ഫില്ലായിക്കൊണ്ടിരിക്കും, ഹൗസ്ഫുൾ ആയിക്കൊണ്ടിരിക്കും. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ സിനിമയെ കുറിച്ചിട്ട് പറയാനായിട്ട്. ഗംഭീര പടമാണ്. സോറി കേട്ടോ, മറ്റേ BGMന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ കാര്യമൊക്കെ പറയാൻ മറന്നുപോയി. പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും ഞാൻ എന്തിനാ വെറുതെ ഇങ്ങനെ എടുത്ത് പറയണേ, നിങ്ങൾ തന്നെ ഓൾറെഡി കേട്ടാണല്ലോ. സുഷിൻ ശ്യാം പൊളിച്ചടുക്കി വെച്ചിട്ടുണ്ട്. സുഷിൻ ശ്യാമിന്റെ ആ ഒരു ലെവല് സാധനമാണ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ആടുജീവിതം സിനിമ പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ പറയാനുള്ളത്. അപ്പോൾ ഈ സിനിമ പോയി നിങ്ങൾ കാണുക, അഭിപ്രായം പറയുക. അത്രേ ഉള്ളൂ സിനിമയെ കുറിച്ച് പറയാനായിട്ട്. എനിവേ, താങ്ക് യു സോ മച്ച്.